മൂന്നലവിനെ സംബന്ധിച്ചിടത്തോളം അതിമനോഹരമായ ഈ പ്രദേശത്തെ സംബന്ധിച്ച അതിമനോഹരമായ ഈ ആനിവേഴ്സറി മീറ്റിങ്ങിൻ്റെ പ്രൗഢഗംഭീരമായ ഈ ആനിവേഴ്സറി മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് തീർച്ചയായും ഒരു അഭിമാനവും അഹങ്കാരവുമായി ഞാൻ കരുതുകയാണ്. അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ തന്നെ, അച്ഛനുമായിട്ട് എനിക്ക് ദീർഘകാല ബന്ധമുണ്ട്. അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ തന്നെ മൂന്നലവ് സ്കൂളിൽ വരിക എന്നത്, മൂന്നലവിൽ ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ 19 വായനാ ദിനത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇവിടെ ഞാൻ ഒരു വായനാ ദിനത്തിൽ ഒരു ക്ലാസ് എടുക്കുവാനായിട്ട് വന്നിട്ടുണ്ട്. അതിനു മുമ്പ് പുരയിടത്തിൽ അച്ഛൻ ഇവിടെ വികാരി അച്ഛനായിരുന്ന കാലത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, അന്ന് ഞാൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയിരുന്നു, അങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് 3ാമത് തവണയാണ് മൂന്നലവ് സ്കൂളിൽ ഞാൻ മൂന്നലവ് സ്ഥലത്ത്. പക്ഷേ ഒരു സ്കൂൾ ആനിവേഴ്സറിയിൽ ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഒരുപാട് സ്ഥലത്ത് മറ്റു പല കാര്യങ്ങൾക്ക് ക്ലാസ് എടുക്കാനും പ്രസംഗിക്കുവാനും പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചത്, ഒരു സ്കൂൾ ആനിവേഴ്സറിയിൽ ഒരു കണക്ക് സാറിന് എന്താ കാര്യം? നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ. അപ്പം ഒരു കണക്ക്, പണ്ട് ഏതോ ഒരു സിനിമയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ അത് ആലോചിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ഒരു കാര്യമാണ് ഓർത്തു പോയത്. അഴകിയ രാവണൻ എന്ന സിനിമയിൽ ഇന്നസെന്റിനോട് ഒരു കഥാപാത്രം ചോദിക്കേണ്ടെന്ന്, പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതുപോലെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു പോയോ എന്ന് എനിക്കറിയത്തില്ല, ഒരു കണക്ക് സാറിന് എന്താ ഇവിടെ കാര്യം എന്ന് ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടിയും കരുതിയിട്ടാണ് ഞാൻ വന്നത്. നമുക്കറിയാം, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടൊരു സൗരഭ്യം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മുല്ലപ്പൂവിൻ്റെ ചൂട്ടിൽ കിടക്കുന്ന കല്ലിന് കുറേ കാലം മുല്ലപ്പൂ വീണ് വരികയാണെങ്കിൽ ആ കല്ലിനും ഒരു ചെറിയ സൗരഭ്യം. അപ്പം പ്രഗത്ഭനായ തടത്തിലച്ഛൻ്റെയും അതുപോലെ മികച്ച ആദരവ് ഏറ്റുവാങ്ങുന്ന സന്തോഷ് സാറിൻ്റെയും അതുപോലെ നാട്ടുകാർക്കും നാടിനും നാട്ടാർക്കുമായി അക്ഷീണ പ്രയത്നം നടത്തുന്ന ഷീസ് ജോസഫിനെ പോലുള്ള വാർഡ് മെമ്പർമാരും ബിന്ദു സെബാസ്റ്റ്യൻ അവരെയുള്ള പൊതുപ്രവർത്തകരുടെയും അടുത്തിരിക്കുമ്പം എനിക്കും അല്പം സാഹിത്യ ഗുണം കിട്ടുമായിരിക്കും. അപ്പം നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാം, സംവദിക്കാം എന്ന ഒരു വിശ്വാസത്തിലാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ മൂന്നലവിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആത്മബന്ധം കൂടിയുണ്ട്. ഒരു 75 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാദർ, എൻ്റെ പപ്പ തൻ്റെ അധ്യാപന ജീവിതം ആരംഭിച്ചത് ഇവിടുത്തെ സെൻറ്റ് പോൾസ് ഇംഗ്ലീഷ് സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം അല്ല, അന്ന് ഇംഗ്ലീഷ് സ്കൂളും മലയാളം സ്കൂളുമായിരുന്നു. 75 വർഷം മുമ്പത്തെ കാര്യം, 1950-55 ഈ സ്കൂളിൽ ഇവിടെ മൂന്നലവ് സെൻറ്റ് പോൾസിൽ ആണ് എൻ്റെ ഫാദർ, എൻ്റെ അച്ഛൻ തൻ്റെ അധ്യാപക ജീവിതം ആരംഭിച്ചത്. അതുപോലെ എൻ്റെ അമ്മയുടെ അനിച്ചത്തി തെയ്യാമ്മ ചേമറ്റം ഈ സ്കൂളിൽ, സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിൽ 1990 മുതൽ 2001 വരെ അധ്യാപികയായിരുന്നു. തെയ്യാമ്മ ടീച്ചറിൻ്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവരുടെ മക്കളും ഇവിടെ കാണുമായിരിക്കും. അപ്പം അങ്ങനെ 2 ആത്മബന്ധങ്ങൾ കൂടി ഉണ്ടായിരുന്നു എനിക്ക് ഇന്ന് ഈ സ്കൂളിൽ വരും.